ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. എൻ്റെ അടുത്ത പേരക്കുട്ടി ഒരു ആൺകുട്ടിയാണ്. ഞങ്ങളുടെ വീട്ടില് ആൺകുഞ്ഞുങ്ങളില്ലാതെ ആദ്യമായിട്ടുണ്ടായി. സാധിക്കണ്ട അതേ പ്രിഫറൻസ് ആണ് അനുവിന്. എന്താ കാര്യം, ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ആൺകുഞ്ഞ് എടുക്കാൻ കിട്ടിയിരിക്കുന്നു. അപ്പൊ അവനുണ്ട് പ്രാധാന്യം. അവന് 90 നവംബർ 9 ഉള്ളതാണ് ആദ്യത്തെ മോൻ. അവനെ കുറിച്ച് പറയണ പൊന്നുമോൻ എന്നൊക്കെ പറയേണ്ടി വരും അമ്മമ്മയ്ക്ക്. അനു ജനിച്ച സമയം എങ്ങനായിരുന്നു മമ്മിയുടെ? അനു ജനിച്ചതെന്ന് പറയാൻ, അനു ഉണ്ടായി കഴിഞ്ഞപ്പോ എവിടെയായിരുന്നു ആ സമയത്ത്? ആന്ധ്ര. അവിടെ നിന്നാണ് ട്രാൻസ്ഫർ ആയിട്ട് മധുരയിലേക്ക് വന്നത്. ചെറിയ ചെറിയ ഓർമ്മക്കുറവുകൾ വരുന്നുണ്ട് കേട്ടോ. മധുരയിൽ നിന്നാണോ ഡെലിവറിക്ക് വന്നത് അതോ കടപ്പേന്നാണോ വന്നത്? ഇങ്ങനെ ഡെലിവറിക്കായിട്ട് വന്നു. ആലപ്പുഴയിൽ തന്നെ അവളെയും കൊണ്ടുവന്ന് കാണിച്ചത് മെഡിക്കൽ കോളേജിൽ തന്നെ അന്നിരുന്ന സീനിയർ ഗൈനക്കോളജിസ്റ്റിനെ. അതൊരു ലളിതാംബിക എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു. അപ്പം അതും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അവരുടെ വീട്. അപ്പൊ വീട്ടിൽ പോയി കാണാൻ എളുപ്പമുണ്ടല്ലോ. വീട്ടിലും പോയി കാണാം, നമുക്ക് കൺസൾട്ട് ചെയ്യാം. അത് നല്ല ഒരു ഡോക്ടറായിരുന്നു അത്. അനുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാസം നല്ലതുപോലെയൊക്കെ ആയി ഡേറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അഡ്മിറ്റ് ആയേക്കാം എന്ന് പറഞ്ഞു പോയത്. ഇതുപോലെ പേവാർഡ് എടുത്ത് പേവാർഡിലേക്ക് താമസമായി. പക്ഷെ ആ പറഞ്ഞ സമയത്ത് ആയില്ല. അവർ പറഞ്ഞ ആ ഡേറ്റിലായില്ല. 2-3 ദിവസം കൂടിയൊക്കെ താമസിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ട് ഇവർ രണ്ടിനും കൂടി അതിൻ്റെ അടുത്തൊക്കെ സിനിമാ തിയേറ്ററുണ്ട് മെഡിക്കൽ കോളേജിന്റെ. സിനിമ കാണാൻ പോകുമായിരുന്നു പകല്. എന്തെന്നാ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എന്തൊരു കുറുപ്പിന്റെ കണക്ക് പുസ്തകം അങ്ങനെ എന്തുണ്ടോന്നൊരു സിനിമ. ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് രാത്രി കിടക്കാൻ ഞാനങ്ങ് ചെല്ലും. പകല് വീട്ടിൽ പല കാര്യങ്ങളും അതിന് വരും. അപ്പോഴും എനിക്ക് ജോലിയുണ്ട്. 90 അല്ലേ, അപ്പോഴും ഉണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞെല്ലാം ശരിയാക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ മുന്നോട്ട് വരും. വന്നപ്പോ രണ്ടുപേരും ഇല്ല. എന്താ സിനിമ കാണാൻ പോയിരിക്കുന്നു. അന്ന് നമ്മുടെ അമ്പലപ്പുഴയിലെ പേരമ്മയില്ലേ, രത്നമ്മ അമ്മൂമ്മ സഹായിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങനെ ഓടി നടക്കുകയല്ലേ, അപ്പൊ ഞാൻ ആശുപത്രിയിലേക്ക് അപ്പൊ ഞാൻ ചോദിച്ചു ഇവരവിടെ പോയി. അവര് നടക്കാൻ പോയിരിക്കുക. നടക്കുന്ന നല്ലതായി സമയത്ത്. അപ്പൊ തിരിച്ചു വന്നപ്പോഴേ അവര് പറഞ്ഞു പേരമ്മയോടൊന്നും പറഞ്ഞില്ല, ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് വരികയെന്ന്. അത് കഴിഞ്ഞ പിന്നെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ലേബർ പെയിൻ ലക്ഷണമൊക്കെ ആയി. ഡോക്ടറോട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ലേബർ റൂമിലേക്ക് പോകാം. അത് ഇത്തിരി പ്രയാസമായിരുന്നു. പറഞ്ഞ സമയത്ത് ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു, സിസേറിയനൊന്നും അല്ല. എങ്കിലും ഇച്ചിരി വിഷമിച്ചു എല്ലാവരും. ലേബർ റൂമിന്റെ വാതൊക്കെ തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയായിരുന്നു. ഞാൻ എപ്പോഴേ അകത്തുനിന്ന് വരുന്നേ, പ്രസവിച്ചു എന്ന് പറഞ്ഞ് വരുന്നേന്നുള്ളത് എനിക്ക് യാതും പൂർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തുലാമാസത്തിലെ ആയില്യം ആണ്. അപ്പൊ എല്ലാവരും മണ്ണാർശാലയിലാണല്ലോ നാഗദൈവങ്ങളുടെ വലിയ സ്ഥലം, ആരാധനാ സ്ഥലം. അപ്പൊ അവിടുന്ന് നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു നേഴ്സ്, ലീലമ്മ എന്ന് പറയാം. ആ നേഴ്സ് ഒരു 1-1:30 മണി ആയപ്പോഴത്തേക്കും ലേബർ റൂമിൽ നിന്ന് ഓടി ഇറങ്ങി വന്നിട്ട് ലീലമ്മ എന്ത് എൻ്റെ മോളെ ആദ്യം താമസിക്കത്തില്ല ചേച്ചി, നീ ആദ്യം എല്ലാം ഇതായിക്കൊണ്ടിരിക്കുക. ലീലമ്മേനെന്താ ഓടിപ്പോണേ? ഞാൻ മണ്ണാർശാലേ, എനിക്ക് അവിടെ പോയി തൊഴണം. ഞാൻ എല്ലാ ആണ്ടിലും അവിടെ തൊഴുന്ന 3 മണിക്ക് അവിടുത്തെ തലയിൽ എഴുന്നള്ളത്തുണ്ട്. മണ്ണാർശാല അമ്മയുടെ തലയിൽ നാഗരാജാവിന് നാഗേശ്വരി പക്ഷിയുടെ എഴുന്നള്ളത്തുണ്ട്. അത് കാണണം, അതിന് വഴിപാട് കഴിക്കാൻ വേണ്ടി വരുള്ളൂ. അപ്പൊ ഞാൻ വേഗം അവരൊക്കെ പൈസ എടുത്തു. ഈ എൻ്റെ കുഞ്ഞ് വിഷമം കൂടാതെ പ്രസവിച്ച അമ്മയും കുഞ്ഞിനും കൂടി എനിക്ക് കിട്ടണം, ഇത് കൊണ്ടുപോയി അവിടെ കാണിക്കട്ടെ. അവരൊക്കെ കൊടുത്തു കിട്ടിയ അവരും അതിപ്പോഴും ഓർത്ത് പറയും, ചേച്ചിക്ക് എങ്ങനെ അത് തോന്നി, ആയില്യത്തിന് തന്നെ പ്രസവിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ വെപ്പറാണ് അതാണ്. അങ്ങനെ കുഞ്ഞിന്റെ തല ഒക്കെ നല്ല, അതവന്റെ തല ഇപ്പോഴും വലുത്. ഇപ്പൊ മക്കളെ ഇവനും അതൊന്ന് തല വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ
പാർത്ഥിന് അതെ നേരത്തെ അത്ര തോന്നിയിരുന്നില്ല. ഇന്നിപ്പം നിന്റെ കൂടെ കളിക്കാനൊക്കെ ഇറങ്ങിപ്പോ ഇപ്പൊ ബാക്ക് കാണുന്നുണ്ടോ? അതെ അതെ. ആ ഷേപ്പിങ്. ഉം. അങ്ങനെ ഡെലിവറി ഉച്ച കഴിഞ്ഞപ്പോൾ നടന്നു. പിന്നെ വേറെ വിശേഷം പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഉം. ആ നമ്മുടെ ആ പഴയ സ്ത്രീയെ തന്നെ വിളിച്ച് അവളുടെയും പ്രസവാനന്തര ശുശ്രൂഷകളൊക്കെ നടത്തി. നേരത്തെ ഉണ്ടായിരുന്നത് പ്രായമായ സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ട് അവർ പോയത് മധുരയ്ക്കാണ്, ഉം. കുഞ്ഞുമായിട്ട് പോയത്. ഉം. അപ്പം മധുരയിൽ നിന്ന് തന്നെ ആയിരിക്കും വന്നത്. ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ ആ, മാറിയും കാണും. കടപ്പയിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി അവിടെ പോയി താമസം ആയതിനു ശേഷമായിരിക്കും ഡെലിവറിക്ക് വന്നത്. ആയിരിക്കും. അങ്ങനായിരിക്കും. അതിപ്പോ ഓർക്കുന്നില്ല, ശരി കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ നമ്മൾ കരിമാടിയിൽ നിന്നൊരു സ്ത്രീയെ കൊണ്ടുപോയായിരുന്നു കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനും സഹായിക്കാനുമായിട്ട്. അവിടെ കരിമാടി വീടിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ത്രീ, അവരെ കൊണ്ടുപോയത്. അവർ കുറെ നാൾ അവിടെ നിന്നായിരുന്നു. അവരുടെ മോള് നമ്മുടെ അച്ഛൻ്റെ വീട്ടിലെ ജോലിക്കൊക്കെ വരുമായിരുന്നു. ഓ. ആ, അടുത്ത് തന്നെ താമസിക്കുന്നു. ഈ പിള്ളേരെല്ലാരും കളിയാക്കി പല പേരും വിളിക്കുമായിരുന്നു, ചുട്ടുമൊക്കെ. ആ. എന്തോ കാളിന്നോ ഒക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ അനു ഉണ്ടായി. അവന് പേരിട്ടപ്പോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ആയില്യമല്ലേ, അപ്പൊ ആന്ന് വരുന്ന എന്തെങ്കിലും പേര് കുറെ പേര് സെലക്ട് ചെയ്തു. അവസാനം പിന്നെ ആനന്ദ്. അപ്പൊ അമ്മൂമ്മയുടെ പേരും ആവും. ആയില്യം, ആനന്ദ്, അമ്മൂമ്മയുടെ പേരിന്റെ കുറച്ചും കൂടി അതിൽ വരുന്നുണ്ട്. വേറെ ഞാൻ പറഞ്ഞ അരവിന്ദൻ എന്നിടാമോ, എനിക്കെന്തോ അത് ഇഷ്ടമായിരുന്നു അരവിന്ദൻ. പക്ഷെ ആനന്ദം എന്നായിട്ട് പേരും ഒക്കെ ഇട്ട് അവനെയും കുഞ്ഞുമോനായിട്ട് തന്നെ ഇപ്പോഴും കരുതുന്നു, എപ്പോഴും കരുതുന്നു. അങ്ങനെ അവനും മധുരയില് KG ക്ലാസ്സൊക്കെ മധുരയിലായിരുന്നു. മധുരയിൽ നിന്ന് പിന്നെ അവർ കോയമ്പത്തൂർക്കൊക്കെ പോയി ട്രാൻസ്ഫർ ആക്കി. കോയമ്പത്തൂർ ഒരു നേവൽ KG ക്ലാസ്സിലാണ് അവിടെ കൊണ്ടുപോയി. ക്ലാസ്സിലൊക്കെ പഠിക്കാനൊക്കെ മിടുക്കരാ. പക്ഷെ എന്തെങ്കിലും ഇത് പ്രൈസ് കൊടുക്കാനൊക്കെ വിളിച്ചാലേ പോകാൻ മടിയാണ്. ഞാൻ നേവൽ KG പഠിക്കുമ്പോൾ അവന്റെ ഏതാണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ആരും അവിടെ വരരുത്, നിങ്ങൾ ആരും ഒന്നും കാണണ്ട, അപ്പൊ എനിക്ക് കളിക്കാൻ തോന്നത്തില്ല. പിന്നെ ഞങ്ങൾ പോയി വിളിച്ചു എന്ന് കണ്ടിട്ടു. എന്തോ കുഞ്ഞല്ലേ, എന്തോ ഒരു സ്റ്റേജിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമല്ലോ. ഇപ്പം പാർത്ഥിനെയും മിലിയൊക്കെ പോലെ. മിലിയൊന്നും കളിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. പാർത്ത് നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം. ഇവന് മടിയായിരുന്നു അനുവിന് ആ പ്രായത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് പഠിക്കാനൊക്കെ നല്ല മിടുക്കനായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ മടിയൊക്കെ മാറി. എന്നാലും അവന് ആട്ടോമാമൻ കൊണ്ട് ഇറക്കും. അതെ, ഇച്ചിരി കൂടി വലുതായി കഴിഞ്ഞിട്ട് ആ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കിയിട്ട് ആരെങ്കിലും ജനലിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജനൽക്കാട്ടൻ ഇങ്ങനെ നല്ലപോലെ വലിച്ചിട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടി ഇവൻ എന്ത് ചെയ്യുന്നെന്ന് നോക്കി. അവനറിയാം ഏത് ജനലിന്റെ കാട്ടനാണ്. അപ്പോ ആന്ന് പറയാം, ഞാൻ അപ്പൂപ്പിന് അമ്മൂമ്മ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാം, അപ്പൂപ്പിന്റെ ഒക്കെ പറയാം, അവനെ പോയി വിളിച്ചോണ്ട് പോരാ, അവനെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടത്. ചെന്നില്ലേ അവന് ഭയങ്കര കണക്കാണ്. അവനെ അവിടെ നിന്ന് എഴുന്നള്ളിച്ചിങ്ങ് കൊണ്ടുവരണം. അപ്പൊ അമ്മയ്ക്ക് അവിടെ അതിന്റെ ഓഫീസിൽ ചെറിയ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അതും കഴിഞ്ഞിട്ട് അവള് വരുന്നതിന് മുമ്പ് ഈ ആട്ടോ വരികയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരല്ലേ വീട്ടിൽ. അപ്പൊ ഞങ്ങള് പോയി അവനെ വിളിച്ച് മുകളിലോട്ട് കൊണ്ടുവരും. അതിന്റെ ഇറങ്ങി ചെന്നില്ല അവന് ദേഷ്യം, സങ്കടമായി. ഇറങ്ങി ചെന്നില്ല ദേഷ്യവും സങ്കടവും. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട്, നമ്മുടെ കർട്ടനില് ബ്രൗൺ നിറത്തിൽ കട്ടിയുള്ള ഒരു കർട്ടൻ. അപ്പൊ ആ കാറ്റത്ത് ഇളകുന്ന അല്ലെന്ന് അവനറിയാം. അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നോക്കിയിരിക്കും അവൻ എന്താ ചെയ്യും. ഇങ്ങനെ കഴിവുകൊണ്ട് കാണിക്കും, വാ വാ താഴെ ഇറങ്ങി വാ, എന്നിട്ട് കൊണ്ടുപോകാൻ. അവന് അതുപോലെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവന് എന്തിന് എന്നെ അവിശ്വാസം. അപ്പൂപ്പൻ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ നടക്കാൻ പോകുമ്പോൾ അവൻ കൈയൊക്കെ വിട്ടിട്ട് എൻ്റെ കയ്യിലേക്ക് വിടും. കോയമ്പത്തൂരൊക്കെ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ ആണെങ്കിൽ വരാമെന്ന് പറയും നാട്ടിലേക്ക്, ആലപ്പുഴയിൽ. അപ്പൂപ്പനെ അമ്മൂമ്മ അമ്മൂമ്മ ഉണ്ടെങ്കിൽ ഞാൻ വരാം, ഇല്ല ഇല്ല. അങ്ങനെ ഈ രാത്രിയിൽ എന്തോ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പം
എന്തുവാ അതാ എപ്പോഴും അവൻ പറയാം വണ്ടിയുടെ പേര് കാദംബരി ടൂറിസ്റ്റ് പോകുന്നത്. ആ ആ മുല്ലക്കൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെയാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അതിലൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു അവനെ. മധുരയിൽ നിന്ന് ഞാൻ അവനെ ഞങ്ങളുടെ കൂടെ അപ്പൂപ്പനും അമ്മൂമ്മയും തന്നെയായിട്ട് കോട്ടയം വഴിയുള്ളൊരു ബസ്സുണ്ട് മധുരയിൽ നിന്ന്, അതിൽ കയറ്റി കൊണ്ടുവരും. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്ത് ഇരിക്കുക മാത്രമല്ല, എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുക. ഭയങ്കര വിശ്വാസം എന്നെ ഉള്ളു, അങ്ങനെ ഒരു വിശ്വാസം. അമ്മയച്ഛനും വേണമെന്നൊന്നുമില്ല, ഞാൻ മതി. രാത്രി കിടക്കുമ്പോഴും ഒക്കെ അവൻ്റെ ഇഷ്ടമൊക്കെ സാധിച്ചു കൊടുത്ത് ഞാൻ ഇരിക്കും. കുസൃതി നല്ലപോലെ കാണിക്കുമായിരുന്നു കൊച്ചിലെ. അവന് ഇളയ ഒരു കുട്ടി വന്നതിന് ശേഷം അവൻ്റെ കുസൃതി പോയത്. അതാണ് മറ്റു അത് ഇങ്ങനെ കൊച്ചു കുട്ടികളുടേതായ ഇത് എല്ലാം കാണിക്കുമായിരുന്നു. കല്ലെടുത്ത് വലിച്ചെറിയുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അങ്ങ് മാറി, പിന്നെ പക്വതയുള്ളൊരു കുട്ടിയായിട്ട് മാറി. ഒരു 7-8 വയസ്സൊക്കെ ആയി അപ്പോഴത്തേക്കും വാവ കാണാൻ കിട്ടുകയും ചെയ്തു. അപ്പോൾ വാവയോടായി എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണ് അവൻ്റെ ബാല്യകാലം. കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ എവിടെയാണ് പോയത്? പറ്റ്ന. കോയമ്പത്തൂരിൽ നിന്ന് പോയത് പറ്റ്നയിലേക്ക്.